Hi students, ഇന്ന് നമ്മൾ numerical methods ന്റെ MCQ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. Different methods are Norton-Raphson method, regular-Folsey method, interpolation and numerical integration. അപ്പോൾ നമുക്ക് MCQ ഡിസ്കസ് ചെയ്യാം. First question. If a and a plus h are two consecutive approximate roots of the equation f of x equal to 0 obtained by Newton's method, then h is equal to. അതായത് ന്യൂട്ടൺസ് മെത്തേഡിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കോൺസിക്യൂട്ടീവ് അപ്രോക്സിമേറ്റ് റൂട്ട്സ് ആണ് എയും എ പ്ലസ് എച്ചും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എച്ചിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ന്യൂട്ടൺ റാപ്സൺ മെത്തേഡിലെ എക്സ് എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് എൻ മൈനസ് എഫ് ഓഫ് എക്സ് എൻ ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് എൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ് എൻ എന്ന് പറഞ്ഞാൽ എ ആണ്, എക്സ് എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എ പ്ലസ് എച്ച് ആണ്. അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് എ പ്ലസ് എച്ച് ഈക്വൽ ടു എ മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് എ. അപ്പോൾ അതിൽ നമുക്ക് എയും എയും ക്യാൻസൽ ആയി പോകും അല്ലേ? അങ്ങനെ ആകുമ്പോൾ എച്ച് ഈക്വൽ ടു എന്ത് വരും? മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് എ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. Second question. While solving the equation x square minus 3x plus 1 equal to 0 using Norton-Raphson method, the initial guess of the root is as 1, then the value of the root will be. അപ്പോൾ ഇതും Norton-Raphson method എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനീഷ്യൽ ഗസ് 1 ആണ്. ദറ്റ് ഈസ് എക്സ് സീറോ എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ റൂട്ട് എക്സ് സീറോ 1 ആയി കഴിഞ്ഞാൽ വാല്യൂ ഓഫ് ദ റൂട്ട് എന്തായിരിക്കും എന്നാണ്. അപ്പോൾ എക്സ് സീറോ ഇക്വൽ ടു 1 ആണ്. എക്സ് വണ്ണിൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. എക്സ് സീറോ മൈനസ് എഫ് ഓഫ് എക്സ് സീറോ എന്ന് പറഞ്ഞാൽ ഈ ഇതിൽ എക്സിനൊക്കെ 1 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 1 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് 1. എഫ് ഡാഷ് ഓഫ് എക്സ് സീറോ എന്ത് വരും? 2x മൈനസ് 3 വരും അല്ലേ? എഫ് ഡാഷ് ഓഫ് എക്സ് 2x മൈനസ് 3. അതിൽ എക്സിന് 1 കൊടുത്താൽ 2 മൈനസ് 3 ദാറ്റ് ഈസ് മൈനസ് 1. മൈനസ് 1 ബൈ മൈനസ് 1 1 ആണ്. 1 മൈനസ് 1 0. അപ്പോൾ വാല്യൂ ഓഫ് ദ റൂട്ട് എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0. ഓപ്ഷൻ ഡി ആണ് ആൻസർ. The iterative formula to find the root of the equation f of x equal to x cube minus 5x plus 7 equal to 0 by the Norton-Raphson method. നോക്കാം. Norton-Raphson method. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് മൈനസ് 5x പ്ലസ് 7 ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് നമുക്ക് കാണണം അല്ലേ? ഈ ഐറ്ററേറ്റീവ് ഫോർമുലയിൽ എഫ് ഡാഷ് ഓഫ് എക്സ് ആവശ്യമാണ്. അത് എത്ര വരും? 3x സ്ക്വയർ മൈനസ് 5. അതെല്ലാം ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻസ് നോക്കുമ്പോൾ കാണാം എൻ എന്ന് പറയുന്ന ടേം ഇല്ല, കെ ആണ് ഉള്ളത്. അപ്പോൾ എന്നിനെ നമ്മൾ കെ വെച്ച് റീപ്ലേസ് ചെയ്തു. എക്സ് കെ പ്ലസ് 1 ഈക്വൽ ടു എക്സ് കെ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ക്യൂബ് മൈനസ് 5x കെ പ്ലസ് 7 ഡിവൈഡഡ് ബൈ എഫ് ഡാഷ് ഓഫ് എക്സ് 3x സ്ക്വയർ മൈനസ് 5. ഇതിനെ LCM ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2xk ക്യൂബ് മൈനസ് 7 ഡിവൈഡ് ബൈ 3x സ്ക്വയർ k മൈനസ് 5. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ ആയിട്ട് വരും. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ദ ഓർഡർ ഓഫ് കൺവേർജൻസ് ഓഫ് Norton-Raphson മെത്തേഡ്. Norton-Raphson മെത്തേഡിന്റെ ഓർഡർ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. The first approximation to a real root of the equation x cube minus 3x square minus 2 equal to 0 by regular-Folsey method between 3 and 4 is. Okay, regular-Folsey method ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇന്റർവെൽ തന്നിട്ടുണ്ട്. 3ഉം 4ഉം ആണ് ഇന്റർവെൽ. എയും ബിയും നമുക്ക് കിട്ടി. അപ്പോൾ x1 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേഷൻ ഫസ്റ്റ് അപ്രോക്സിമേഷൻ ആണ് ക്വസ്റ്റ്യൻ. x1 എന്ന് പറഞ്ഞാൽ എ എഫ് ഓഫ് ബി മൈനസ് ബി എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആണ്. അതെങ്ങനെ വരും? a3 കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ മൈനസ് 2 ഈക്വൽ ടു 0. അപ്പോൾ എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എക്സിന് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 2 കിട്ടും. എഫ് ഓഫ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സിന് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 14 കിട്ടി.
First approximation our values എല്ലാം substitute ചെയ്തു. That is 3 into 14 minus 4 into minus 2 divided by 14 minus minus 2. 50 by 16 വരും. Answer option A ആണ് 3.125. Next question. The second approximation to a real root of the equation x cube minus 2x minus 5 equal to 0 by method of false position between 2 and 3 is. Second approximation ആണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. എയും ബിയും തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സും തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് കൊടുത്ത് എഴുതി, എന്നിട്ട് എഫ് ഓഫ് എ എന്താണ്, എ ഓഫ് ബി എന്താണെന്ന് കണ്ടുപിടിച്ചു. എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ, ഇക്വേഷനിൽ എക്സിന് 2 കൊടുക്കുക, എഫ് ഓഫ് 2 മൈനസ് 1. എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ ബി എക്സിന് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 16 കിട്ടും. ഇനി ഫസ്റ്റ് ഐട്രേഷൻ, സെക്കൻഡ് അപ്രോക്സിമേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഐട്രേഷനും സെക്കൻഡ് ഐട്രേഷനും ചെയ്യണം. ഫസ്റ്റ് ഐട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, x1 equal to a f of b minus b f of a divided by f of b minus f of a. അതിലെ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 into 16 minus 3 into minus 1 divided by 16 minus minus 1. That is 32 plus 3 divided by 17. അപ്പോൾ 2.0588 ആൻസർ വരും. Then f of x1, f of x1 അതായത് ഈ വാല്യൂ എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ -0.39 ആണ് വന്നത്. അത് ലെസ് ദാൻ 0 ആണ്, അതൊരു നെഗറ്റീവ് വാല്യൂ ആണ് അല്ലേ. ഈ സെക്കൻഡ് ഐട്രേഷൻ നോക്കൂ, അതെന്തുകൊണ്ട്, അപ്പോൾ റൂട്ട് നമുക്ക് x1 നെഗറ്റീവ് ആണ്, എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, 16 ആണ്, അത് പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ റൂട്ട് ഈ x1ൻ്റെയും ബിയുടെ ഇടയിലാണെന്ന് മനസ്സിലായി. അപ്പോൾ സെക്കൻഡ് ഐട്രേഷൻ്റെ വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് 2.0588 ആയിട്ട് എടുത്തു, ബി നമുക്ക് 3 തന്നെ. എന്നിട്ട് ആ ഇക്വേഷനിൽ നമ്മൾ എയുടെ സ്ഥാനത്ത് x1 ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നേരത്തെ നമ്മൾ എ ആയിട്ട് 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്, 2 അല്ല 2.0588 വരും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ 2.081 വന്നു. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. ദ ന്യൂട്ടൺ-റാപ്സൺ മെത്തേഡ് ഫെയിൽസ് ഇഫ് എങ്ങനെയാണ്, ന്യൂട്ടൺ-റാപ്സൺ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇക്വേഷൻ ഉണ്ട്, ഐറ്ററേറ്റീവ് ഫോർമുലയിലെ ഒരു ഇക്വേഷൻ. ആ ഇക്വേഷൻ എന്താണ്, xn plus 1 equal to xn minus f of xn divided by f dash of xn എന്നാണ്. ഇതിൽ f of x0 by f dash of x0 ഈ f dash of x0 0 ആയി കഴിഞ്ഞാൽ ഈ വാല്യൂ എന്തായി പോകും, 1/0 ഇൻഫിനിറ്റി ആയിട്ട് പോകും ഈ വാല്യൂ. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻസ് ഫോം യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടീഷനാണ് ആ ഇക്വേഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫ് ഡാഷ് ഓഫ് x0 ഷുഡ് ബി നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇത് ഫെയിൽ ആവുക എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ അത് ഫെയിൽ ആവും. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി അടുത്തത്, യൂസ് ന്യൂട്ടൺസ് ഫോർവേഡ് ഫോർമുല ടു ഫൈൻഡ് ദ ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ ഫോർ ദ ഫോളോയിങ് ഡാറ്റ. അപ്പോൾ ഇന്റർപോളേഷൻ ആണ് ഇത് ക്വസ്റ്റ്യൻ. ന്യൂട്ടൺ-റാപ്സൺ മെത്തേഡും റെഗുലർ ഫോൾസി മെത്തേഡിൽ ഇക്വേഷൻ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ടോപ്പിക്കായി ഇന്റർപോളേഷൻ ആണ് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എക്സും വൈയും തന്നിട്ടുണ്ട്, ടാബുലർ കോളത്തിൽ തന്നിട്ടുണ്ട്. നമുക്ക് ഇന്റർപോളേറ്റിംഗ് പോളിനോമിയലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ x0 എന്ന് പറയുന്നത് 0 ആണ്. h എത്ര ഇന്റർവെല്ല്, 0 to 1, 1 to 2, 2 to 3. എക്സ് പോയിരിക്കുന്നത് 1 ഗ്യാപ്പിലല്ലേ ഇന്റർവെല്ല്, h ഈക്വൽ ടു 1 ആണ്. അപ്പോൾ r എന്ന് പറഞ്ഞാൽ x മൈനസ് x0 ബൈ h, ദാറ്റ് ഈസ് x മൈനസ് 0 ബൈ 1. എക്സ് തന്നെയാണ് r. ഇനി ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ നമ്മൾ ഉണ്ടാക്കി, x0യും എക്സും y എടുത്ത് എഴുതി കോളമായി ടാബുലർ ഫോമിൽ എഴുതി. 0, 1, 2, 3, 0, 2, 6, 18. ഡെൽറ്റ വൈ ഫസ്റ്റ് ഫോർവേഡ് ഡിഫറൻസ് കണ്ടുപിടിച്ചു, ദെൻ സെക്കൻഡ് ഫോർവേഡ്, ദെൻ തേർഡ് ഫോർവേഡ്. എന്നിട്ട് ഫസ്റ്റത്തെ ടേബിളിലുള്ള ഫസ്റ്റത്തെ കോളത്തിൽ വരുന്ന ആൻസേഴ്സ് ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചു. ഇത് വളരെ എളുപ്പമാണ് കാണാൻ. ഇവിടെ നിന്ന് മൈനസ് ചെയ്താൽ മതി. y2 y എന്ന് പറയുന്നത് 0 ആണ്. ഡെൽറ്റ y0 എങ്ങനെ വരും, 2 മൈനസ് 0 2 തന്നെ വരും. ഡെൽറ്റ സ്ക്വയർ y0 എന്ത് വരും, 4 മൈനസ് 2 2 തന്നെ വരും. ഡെൽറ്റ ക്യൂബ് y0 എന്ത് വരും, 8 മൈനസ് 2 6 വരും. അപ്പോൾ ഈ വാല്യൂസ് ആണ് നമ്മുടെ ഇക്വേഷനിൽ യൂസ് ചെയ്യുക. ആ പോളിനോമിയൽ കാണാനുള്ള ഫോർവേഡ് ഡിഫറൻസ് ഇന്റർപോളേഷൻ്റെ ഇക്വേഷൻ പറഞ്ഞാൽ y0 പ്ലസ് r ഡെൽറ്റ y0 പ്ലസ്
r into r minus 1 by 2 factorial delta square by 0 plus r into r minus 1 into r minus 2 by 3 factorial into delta raised to 3 by 0. അപ്പോൾ ഇതിൽ y0ക്ക് ആദ്യം 0 കൊടുത്തു, y0 0 ആണ്. പിന്നെ എക്സ് ആർ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ഡെൽറ്റ y0 എന്ന് പറഞ്ഞാൽ 2 ആണ്, എക്സ് ഇൻറ്റു 2 ആർ എക്സ് ആർ മൈനസ് 1 എക്സ് മൈനസ് 1 ഇൻ ഡെൽറ്റ സ്ക്വയർ y0 2 ആണ് ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് r എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡ് ബൈ 6 ഇൻറ്റു ഡെൽറ്റ ക്യൂബ് y0 6 ആണ്. 6ഉം 6ഉം ക്യാൻസലായി, 2ഉം 2ഉം ക്യാൻസലായി. ബാക്കി വരുന്ന പോളിനോമിയലെ സിംപ്ലിഫൈ ചെയ്താൽ എന്ത് വരും? എക്സ് ക്യൂബ് മൈനസ് 2x സ്ക്വയർ പ്ലസ് 3x. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Given f of 0 equal to minus 2 and f of 1 equal to 2 and f of 2 equal to 8. Find the root of the Norton's interpolating polynomial equation f of x equal to 0. ഇതിൽ നമുക്ക് എക്സും വൈൻ്റെയും വാല്യൂസ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? പോളിനോമിയൽ കണ്ടുപിടിക്കാനാണ്. പോളിനോമിയൽ അല്ല, അതിൻ്റെ റൂട്ട് ഓഫ് ദ നോട്ടൺസ് ഇന്റർപോളേറ്റിംഗ് പോളിനോമിയലാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എഫ് ഓഫ് എക്സ് കാണണം. എഫ് ഓഫ് എക്സ് കണ്ടിട്ട് അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കണം. നോക്കാം നമുക്ക്. എക്സും വൈയും എഴുതി തന്നിരിക്കുന്ന വാല്യൂസ് അതേപോലെ എടുത്തത്. എക്സ് എന്തായിരിക്കും ഇവിടെ? 0 1 2 0 1 2. വൈ മൈനസ് 2 2 8 മൈനസ് 2 2 8. ഇതിൽ എച്ച് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇതിൻ്റെ ഡെൽറ്റ വൈയും ഡെൽറ്റ സ്ക്വയർ വൈയും കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ -2 2 8 4 6 2. അപ്പോൾ ഫസ്റ്റത്തെ ടേബിളിലെ വാല്യൂസ് ഒക്കെ സർക്കിൾ ചെയ്ത് വെച്ചു. എച്ച് എന്ന് പറഞ്ഞാൽ 1 ആണ്. അതിന് ആർ എന്ന് പറഞ്ഞാൽ എക്സ് ആയിട്ട് വരും. എഫ് ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ y0 പ്ലസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 3x മൈനസ് 2. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ റൂട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതൊരു പോളിനോമിയൽ അല്ല, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയ കാരണം നമുക്ക് അതിൻ്റെ കോർഡിനേറ്റ് ഈക്വേഷൻ്റെ റൂട്ട്സ് ആണെങ്കിൽ ഫോർമുല നമുക്കറിയാം. അത് വെച്ചിട്ട് കണ്ടുപിടിച്ചു. -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. അപ്പോൾ അത് വെച്ചിട്ട് റൂട്ട് എന്ന് പറഞ്ഞാൽ -3 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 17/2. ഓപ്ഷൻ എ ആണ് ആൻസർ. Find n for the following data if f of 0.2 is asked. n ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു ടേബിളിൻ്റെ ഡാറ്റ തന്നിട്ടുണ്ട്. 0.2 എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് 0 മുതൽ 6 വരെ ഉണ്ട്. അതിൽ 0.2 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ബിഗിനിങ്ങിലുള്ളൊരു വാല്യൂ ആണ് അല്ലേ എക്സിൻ്റെ. അങ്ങനെയാകുമ്പോൾ ഫോർവേഡ് ഡിഫറൻസ് ഫോർമുലയാണ്. അതിലെ എൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ 6 തന്നെയാണ് ഈ എന്നോട് ഉദ്ദേശിക്കുന്നത്. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x മൈനസ് x0/h ആണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? 0.2. x0 എന്ന് പറഞ്ഞാൽ എന്താ? 0. ഫസ്റ്റ് വാല്യൂ 0 ബൈ എച്ച് എത്രയാ? 1 അല്ലേ ഡിഫറൻസ്, ഡിവൈഡ് ബൈ 1. അപ്പോൾ 0.2 ആണ് n ആയിട്ട് വന്ന. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ്, വാട്ട് ഈസ് ബാക്ക്വേർഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ? ബാക്ക്വേർഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ എന്താ? ഓപ്ഷൻ എ ഡെൽറ്റ വൈ എക്സ് ഈക്വൽ ടു yx minus yx minus 1. നമ്മൾ ആ പ്രോബ്ലം ചെയ്തപ്പോൾ കണ്ടതാണ്. ഓക്കെ, Newton's backward interpolation formula can be used. Backward interpolation formula യൂസ് ചെയ്യണമെങ്കിൽ ഈക്വലി സ്പേസ്ഡ് ഇന്റർവെൽ ആയിരിക്കണം. നോട്ട് ഈക്വലി സ്പേസ്ഡ് ഇന്റർവെല്ലിൽ പറ്റില്ല, അൺഈക്വലി സ്പേസ്ഡ് ഇന്റർവെല്ലിൽ പറ്റില്ല. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Health surveys are conducted in a city every 10 years. The following data gives the number of people in 1000 having heart diseases as found from the record. Okay. Use Norton's interpolation method to estimate the number of people with a heart disease in 2005. അതായത് ഒരു ഹെൽത്ത് സർവേ ആണ് തന്നിരിക്കുന്നത്. ഹെൽത്ത് സർവേ ഒരു 10 വർഷം കൂടുമ്പോൾ നടത്തുന്ന ഒരു ഹെൽത്ത് സർവേ ആണ്. ആ ഹെൽത്ത് സർവേയിൽ ഹാർട്ട് ഡിസീസ് ഉള്ള പീപ്പിളിൻ്റെ നമ്പർ ഓഫ് പീപ്പിളാണ് ഇതിൽ ടാബുലർ കോളത്തിൽ തന്നിട്ടുള്ളത്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 2005 എത്ര നമ്പർ ഓഫ് ആൾക്കാർക്ക് ഹാർട്ട് ഡിസീസ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എസ്റ്റിമേറ്റ് വാല്യൂ നോക്കാം. 2005 എന്ന് പറഞ്ഞപ്പോൾ എന്ത് വന്നു? 2005 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
2005 എന്ന് പറഞ്ഞാൽ ഇവിടെ 2001 കഴിഞ്ഞിട്ടാണ് അല്ലേ? അപ്പോൾ നമ്മൾ ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ടേബിൾ, അതായത് എൻഡ്, ഈ ടേബിളിന്റെ എൻഡ് റീജിയനിലാണ് 2005 വരുന്നത്. അപ്പോൾ ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ടേബിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ടേബിൾ ഈ ഡാറ്റ വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ XN 2011 ആണ്, H10 ആണ്, 10 ഇയേഴ്സിലല്ലേ ആ സർവേ നടത്തുന്നത്. R എന്ന് പറഞ്ഞാൽ X-XN/H ആണ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ ടേബിളിലെ. അപ്പോൾ 2005 - 2011/10, അപ്പോൾ -0.6 വന്നു. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ എക്സും വൈയും അതുപോലെ എടുത്ത് എഴുതി. ഇനി ഇതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചു. 19/16, 23/19, 28 - 23, 34 - 28, 41 - 34. അങ്ങനെ ഡെൽറ്റ വൈ കിട്ടും. ഈ ഡിഫറൻസ് ഇവിടെ നിന്ന് ഇങ്ങനെ മൈനസ് ചെയ്താൽ ഡെൽറ്റ സ്ക്വയർ, അങ്ങനെ Δ⁵5y വരെ നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് ബാക്ക്വേർഡ് ആയ കാരണം ടേബിളിന്റെ ലാസ്റ്റ് കോളത്തിലുള്ള വാല്യൂസ് സർക്കിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? yn പ്ലസ് ആർ ഡെൽറ്റ yn പ്ലസ് ആർ ഇൻറ്റു ആർ പ്ലസ് 1/2 ഡെൽറ്റ സ്ക്വയർ yn. അങ്ങനെ ആ ഇക്വേഷൻ എടുത്ത് എഴുതി. Δ⁵5 yn വരെ എഴുതി. yn എന്ന് പറഞ്ഞാൽ 41 ആണ്. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് -0.6 കിട്ടിയിട്ടുണ്ട്. Δyn 7 ആണ്. ഇവിടെ -0.6ഉം 0.4/2 ഇൻറ്റു 1 വരും, പ്ലസ് -0.6 ഇൻറ്റു 0.4 ഇൻറ്റു 1.4/3 ഫാക്ടോറിയൽ 6 ഇൻറ്റു 0. ഇവിടെ ഇത് 0 ആണ്. Δ⁴yn 0 ആണ്. Δ⁵5yn 0 ആണ്. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതൊക്കെ 0 ആയി കിടക്കും. ടേബിളിൽ നോക്കി നമുക്ക് കിട്ടും. അങ്ങനെ ഇതെല്ലാം അതിൻ്റെ എല്ലാം സിംപ്ലിഫൈ ചെയ്തപ്പോൾ ആൻസേഴ്സ് ഇങ്ങനെ വന്നു. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 36.68 ആയിട്ട് ആൻസർ വരും. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ നമുക്ക് 2005 ഹാർട്ട് ഡിസീസുള്ള ആൾക്കാരുടെ എസ്റ്റിമേറ്റ് നമ്പറാണ് കിട്ടിയിരിക്കുന്നത്, 36.68. ഓക്കെ, ഇനി നെക്സ്റ്റ്, വിച്ച് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ബോത്ത് ഈക്വൽ ആൻഡ് അൺഈക്വൽ ഇന്റർവെൽ? ഈക്വൽ ഇന്റർവെല്ലിനും അൺഈക്വൽ ഇന്റർവെല്ലിനും യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതാ? ലഗ്രാഞ്ചസ് മെത്തേഡ്. തേർഡ് മെത്തേഡ് ആണ് ഇന്റർപോളേഷന്റെ ലഗ്രാഞ്ചസ് മെത്തേഡ്. ഫൈൻഡ് ദ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ത്രൂ ദ പോയിന്റ് 0, 2, 2.1 and 1, 0 യൂസിങ് ലഗ്രാഞ്ചസ് ഫോർമുല. സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ നോക്കാം. അപ്പോൾ നമുക്ക് എത്ര പോയിന്റ് തന്നിട്ടുണ്ട്? 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എടുത്ത് എഴുതി, ലഗ്രാഞ്ചസ് പോളിനോമിയലിന്റെ ഇക്വേഷൻ. നമുക്കിവിടെ 3 പോയിന്റേ ഉള്ളൂ. അപ്പോൾ y0, y1, y2 വരെ ഉണ്ടാവുള്ളൂ. പിന്നെ ആദ്യം നമ്മൾ x0 മിസ്സായിട്ടുള്ളതാണ് എഴുതുക. x0 എന്തായിരുന്നു? 0. അത് മിസ്സായിട്ട് ഇവിടുത്തെ ടേംസ് എഴുതി. പിന്നെ x1 2 മിസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ എഴുതി. ദെൻ x3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x3 അല്ല, x0, x1, x2. ഓക്കെ, എന്തുകൊണ്ട് ഇത് 0 ആയത്? y2 0 ആണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ വാല്യൂ വന്നാലും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആയി പോകും. അപ്പോൾ ഇത് എഴുതേണ്ട കാര്യമില്ല, +0 നിർത്തി. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ 1/2 ഇൻറ്റു 3x² - 7x + 4 ആൻസർ വരും. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ലഗ്രാഞ്ചസ് ഫോർമുലയിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു മാത്രമേ ഉള്ളൂ. ഞാൻ ആ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ ഫോർമുല പെട്ടെന്ന് എഴുതാനുള്ള മെത്തേഡ് എന്തായിരുന്നു അത്? ആദ്യത്തെ x0 മിസ്സായിട്ടാവും മുകളിൽ, ആ മിസ്സായ ടൈം താഴെ ഡിനോമിനേറ്ററിൽ വന്നിട്ടുണ്ടാവും. x0 - x1, x0 - x2 അങ്ങനെ. അടുത്തതിലെ ഇൻറ്റു y0, ദെൻ അതിൽ x1 മിസ്സായിണ്ടാവും. അപ്പോൾ x1ന്റെ താഴെ എഴുതിയിട്ടുണ്ടാവും x1 - x0, x1 - x2. മുകളിൽ x - x0, x - x2 ഇൻറ്റു y1. പിന്നെ y2 അതിൽ x2 മിസ്സായിട്ടുണ്ടാവും. അപ്പോൾ x - x0 ഇൻറ്റു x - x1 ഡിവൈഡ് ബൈ x2 - x0 ഇൻറ്റു x2 - x1 ഇൻറ്റു y2. ഇത്ര ടേംസ് തന്നിട്ടുള്ളൂ. അതിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്. ഫൈൻഡ് f of 3 by using Lagrange's formula. f of 0 equal to 2, f of 1 equal to 3, f of 2 equal to 12, f of 5 equal to 147. അതായത് ലഗ്രാഞ്ചസ് ഫോർമുല വെച്ചിട്ട് എഫ് ഓഫ് 3 നമുക്ക് പോയിന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ പോളിനോമിയൽ ആയിരുന്നു, ഇതൊരു വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
നേരത്തെ എക്സ് എന്നുള്ളൊരു ഇവിടെ എക്സ് ഉണ്ടായിരുന്നു. ആ എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കണം? 3 കൊടുക്കണം. അപ്പോൾ നമുക്ക് വേരിയബിൾ ആയിട്ട് ഒന്നും ഉണ്ടാവില്ല, എല്ലാം കോൺസ്റ്റന്റ് ടേംസ് ആയിരിക്കും. അത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ 35 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. The error in trapezoidal rule is of order. Error. ന്യൂമറിക്കൽ ഇൻറ്റഗ്രേഷനിൽ വരുന്നതാണ് ട്രിപ്പിസോയിഡൽ റൂളും സിംപ്സൺസ് 1/3 റൂളും. ട്രിപ്പിസോയിഡൽ റൂളിലെ എറർ h² ആയിട്ടാണ് ഓർഡർ h² ആയിട്ടാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the error in Simpsons 1/3 rule is of order. അതിൽ h⁴ ആണ്. ഓക്കെ, അത് പഠിച്ചു വെക്കണം. ട്രിപ്പിസോയിഡൽ റൂളിലെ h²ഉം സിംപ്സൺസ് 1/3 റൂളിലെ h⁴. ഇനി സിംപ്സൺസ് 1/3 റൂൾ, ദ നമ്പർ ഓഫ് ഇന്റർവെൽസ് അത് ഈവൻ ആയിരിക്കും. അതാണ് എൻ്റെ പ്രത്യേകത. മറ്റേ ഈക്വൽ ഇന്റർവെൽ ആയിരിക്കും ട്രിപ്പിസോയിഡലിലെ, ഇതിലെ ഈവൻ ഇന്റർവെൽ ആയിരിക്കും. നമ്പർ ഓഫ് ഇന്റർവെൽസ് ഈവൻ ആയിരിക്കും. യൂസ് ദ ട്രിപ്പിസോയിഡൽ റൂൾ ടു ന്യൂമറിക്കലി ഇൻറ്റഗ്രേറ്റ് f of x equal to 0.2 plus 25x from a equal to 0 to b equal to 2. അപ്പോൾ ട്രിപ്പിസോയിഡൽ റൂൾ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ട്രിപ്പിസോയിഡൽ റൂളിൽ നമുക്ക് നോക്കാം, a equal to 0 to b equal to 2 ആണ് പറയുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഈക്വൽ ലെങ്ത് ആയിട്ട് എടുക്കാം. ഇതിൽ n തന്നിട്ടില്ല, അപ്പോൾ നമ്മൾ a0യും b2 ഒരൊറ്റ ഇൻ്റർവെല്ലിൽ h = 1 ആയിട്ട് കൺസിഡർ ചെയ്യാണ്. n = 1 ആയിട്ട് കൺസിഡർ ചെയ്താൽ എന്ത് വരും? h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ b - a ആയിട്ട് വരും. അപ്പോൾ f of bയും f of aയും മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി ടേംസ് ഒന്നും ഉണ്ടാവില്ല ഇക്വേഷനിൽ. അപ്പോൾ f of a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 0.2 വരും. f of b എന്ന് പറഞ്ഞാൽ b എത്രയാണ്? 2 ആണ്. 2 കൊടുത്തു കഴിഞ്ഞാൽ 50.2 വരും. അപ്പോൾ ഇൻറ്റഗ്രേഷൻ വാല്യൂ b - a into f of b plus f of a by 2, that is 2 - 0 into 50.2 plus 0.2 divided by 2, that is 2 cancel ആയി പോകും. ഇത് ആഡ് ചെയ്താൽ 50.4. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ഇത്രയും സ്ലൈഡ്സിലൂടെ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ന്യൂമറിക്കൽ മെത്തേഡ്സിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.